ഏവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അക്കൗണ്ടൻസിയിൽ പാർട്ട്ണർഷിപ്പ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. രണ്ടോ അതിൽ കൂടുതലോ ആൾക്കാർ ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അതിലെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഷെയർ ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ട്ണർഷിപ്പിന്റെ ബേസിക്സ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അടുത്തത് നമ്മൾ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ടോപ്പിക്സ് ആണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഇപ്പോൾ നിലവിൽ രണ്ടുപേരാണ് ഉള്ളത് വിചാരിക്കുക. അവർക്ക് അതിൽ കൂടുതൽ ആൾക്കാരെ ആ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് ചേർത്താനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതിനെയാണ് നമ്മൾ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന് പറയുന്നത്. എന്തിനാണ് പുതിയ ആൾക്കാരെ നമ്മൾ ചേർക്കുന്നത്? പുതിയ ആൾക്കാരെ ചേർക്കുന്നത് ചിലപ്പോൾ നമുക്ക് ക്യാപിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ടെക്നിക്കൽ സ്കില്ല് ആഗ്രഹിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ മാനേജറിയൽ എഫിഷ്യൻസി ആലോചിച്ചിട്ടായിരിക്കാം. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി പാർട്ട്നേഴ്സ് ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് വിചാരിച്ചപ്പോൾ ഫണ്ട് പോരാ തോന്നുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് പുതിയതായിട്ട് ഒരു പാർട്ട്ണറെ ചേർക്കലാണ്. അങ്ങനെയാകുമ്പോൾ അവർ വരുമ്പോൾ അവരുടെ കഴിവുകളും കിട്ടും, അതുപോലെ അവരുടെ ക്യാപിറ്റലും കിട്ടും അല്ലെ. അവർക്കുള്ള ചിലപ്പോൾ ടെക്നിക്കൽ നോളജ് ഉള്ള ഒരാളെ നമുക്ക് വേണമെന്നുണ്ടാവും. അപ്പോഴും ഒരാളെ ശമ്പളത്തിന് നിർത്തുന്നത് നമ്മൾ പാർട്ട്ണറായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വിരോധം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ മാനേജറിയൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടായിരിക്കാം. അപ്പോൾ അഡ്മിഷൻ ഒന്നും കുഴപ്പമില്ല, ഒരാളെ പുതിയതായിട്ട് എടുക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ അവിടെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. എന്തെന്നാൽ ഇപ്പൊ ഇത്രയും കാലം ആരാണ് ഈ ബിസിനസ് നടത്തിയിട്ടുണ്ടായിരുന്നത്? പഴയ പാർട്ട്നേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇത്രയും കാലം അവർ ബിസിനസ് നടത്തിയിട്ട് ചിലപ്പോൾ അവർക്ക് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ. ഇത്രയും കാലത്തെ പ്രോഫിറ്റ് ഒക്കെ അവർ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചതൊക്കെ ഉണ്ടാവും. അവരതൊന്നും വീതിച്ചെടുക്കാതെ ഭാവിയിലേക്ക് എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചത് ഉണ്ടാവില്ലേ? ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ പുതിയതായിട്ട് ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾക്കും ഈ അക്യുമുലേറ്റഡ് പ്രോഫിറ്റിലൊക്കെ ഒരു ഷെയർ കിട്ടുമല്ലേ? അത് ശരിയാണോ? അത് ശരിയല്ല. കാരണം ഇത് പഴയ പാർട്ട്നേഴ്സ് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് അല്ലെ. ഇത്രയും കാലത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് പഴയ പാർട്ട്നേഴ്സിന് മാത്രം അർഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ പഴയ പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കണം. അതുപോലെ ഇത്രയും കാലത്തെ അസറ്റും ലയബിലിറ്റീസും ഒക്കെ നമ്മളൊന്ന് റീവാല്യൂ ചെയ്യും. അതായത് അത് തുടങ്ങിയ സമയത്തുള്ള വാല്യൂലായിരിക്കും ബുക്സിൽ കാണുന്നുണ്ടാവുക, പക്ഷെ ഇന്നത്തെ അതിന്റെ വില അതായിരിക്കില്ല. ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ടാവില്ലേ? ഇപ്പൊ അസറ്റ് ലാൻഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് പണ്ടത്തെ വിലയിലായിരിക്കും, അതിപ്പോ ചിലപ്പോൾ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ റീവാല്യൂ ചെയ്തിട്ട് അതിൽ നിന്നുള്ള ഒരു ലാഭം കൂടെ ഈ പഴയ പാർട്ട്നേഴ്സിന് അർഹിക്കുന്നതാണ്. കാരണം പുതിയ പാർട്ട്ണർ എത്ര രൂപയാണ് കൊണ്ടുവരേണ്ടതെന്ന് ഒരു ചോദ്യം വരുമ്പോൾ പഴയ പാർട്ട്ണർക്ക് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും പുതിയ ആൾ കൊണ്ടുവരേണ്ടത് അല്ലെ. പഴയ ആൾക്കാരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്താണോ അതിനനുസൃതമായിട്ടാണ് പുതിയ ആൾ കൊണ്ടുവരേണ്ടത്. അപ്പൊ പഴയ ആൾക്കാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് പണ്ടത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാവും. കാരണം എന്താ വെച്ചാൽ അത് അവർ എന്നോ തുടങ്ങിയ ബിസിനസ് ആണ് അല്ലെ. അപ്പൊ അത് വെച്ച് നമ്മൾ നോക്കരുത്, പക്ഷെ പകരം ഇപ്പോഴത്തേക്ക് വെച്ച് നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഇപ്പോഴത്തെ വെച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്താലേ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയുള്ളൂ. അല്ലെങ്കിൽ ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി, എന്തായാലും ഇത്രയും കാലം ബിസിനസ് നടത്തിയത് പഴയ ആൾക്കാരാണ്, അവർക്ക് അർഹിക്കുന്നതാണ് ഈ പ്രോഫിറ്റ് ആണെങ്കിലും ശരി, പഴയ അസറ്റും ലയബിലിറ്റീസിലും ഒക്കെ ഉള്ള ഷെയർ അവർക്ക് അർഹിക്കുന്നതാണ്. അപ്പൊ ആദ്യം അവരുടെയൊക്കെ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ക്യാപിറ്റലൊക്കെ ഒന്ന് വീണ്ടും റിവൈസ് ചെയ്തിട്ടേ പുതിയ ആളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിപ്പോ അഡ്മിഷന്റെ കേസിൽ മാത്രമല്ല, റിട്ടയർമെന്റ് ആണെങ്കിലും ഡെത്ത് ആണെങ്കിലും ഒക്കെ ഇതുപോലെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഓക്കെ, ഇതൊക്കെ കോമൺ അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. എന്തായാലും അഡ്മിഷനിലൂടെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം. At the time of such admission, the usual adjustments required are adjustments regarding profit sharing ratio, adjustment regarding valuation of assets and liabilities, adjustment regarding goodwill, adjustment regarding accumulated profits or losses, adjustment regarding capital contribution of new partner and capital of existing partners. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ആദ്യം വരുന്ന അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഉള്ളത്, അവർ രണ്ടുപേരും ഈക്വലി ആണ് പ്രോഫിറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിചാരിക്കുക, 50-50 ഓക്കെ, അല്ലെങ്കിൽ 1:1 എന്നുള്ള റേഷ്യോയില്. പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ എന്തായാലും അതിൽ മാറ്റം വരുമല്ലോ. പിന്നെ വീണ്ടും ഇവർക്ക് 50-50 എടുക്കാൻ പറ്റുമോ? ഇല്ല, ഒരു ഷെയർ അയാൾക്കും കൂടെ പോകും. അപ്പൊ അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറുന്നുണ്ട്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ പറയാൻ പോകുന്നത്. ഓക്കെ, ദ ന്യൂ പാർട്ട്ണർ ബിക്കംസ് എൻടൈറ്റിൽഡ് ടു എ ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് വിച്ച് ഇസ് സാക്രിഫൈസ്ഡ് ബൈ ദ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ഇൻ ഹിസ് ഫേവർ. ദ സാക്രിഫൈസ് മേ ബി മെയ്ഡ് ബൈ വൺ ഓർ ഓൾ ദി എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്. ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട്. അതായത് പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ പഴയ ആൾക്കാരുടെ ഷെയറിന് എന്ത് സംഭവിക്കും? രണ്ടുപേർക്കും ഇപ്പൊ 50% കിട്ടിയിട്ടുണ്ടായിരുന്നത് കുറയും അല്ലെ. ഒരാളുടെ 50% അതേപോലെ നിലനിർത്തിക്കൊണ്ട് മറ്റേയാളുടെ 50% നിന്ന് എടുത്തിട്ടായിരിക്കും പുതിയ ആൾക്ക് കൊടുക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ രണ്ടുപേരും അവരുടെ ഷെയറിന് കുറച്ച് എടുത്തിട്ടായിരിക്കും പുതിയ ആൾക്ക് കൊടുക്കുന്നുണ്ടാവുക. എന്തായാലും ഇവർ കൊടുക്കണം എന്നുള്ളതിൽ സംശയമില്ല. ആരെങ്കിലും ഒരാളെങ്കിലും മിനിമം കൊടുക്കണം അല്ലെ. അപ്പൊ ഈ കൊടുക്കുന്ന ആൾക്ക് എന്തായാലും ഒരു സാക്രിഫൈസ് വരുന്നുണ്ട്. അതിനാണ് ഇവിടെ സാക്രിഫൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓൾറെഡി ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഉണ്ട്. പുതിയതായിട്ട് ഒരാൾ വരുമ്പോൾ എന്താണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്നുള്ളത് നമ്മൾ കണക്കാക്കണം. അങ്ങനെ കണക്കാക്കാൻ ചിലപ്പോൾ എക്സാമിന് ചോദ്യം വരാം. ചിലപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനായിരിക്കും. സാക്രിഫൈസിംഗ് റേഷ്യോ വെച്ചാൽ അവർക്ക് വന്നിട്ടുള്ള സാക്രിഫൈസ് എങ്ങനെയാ കണ്ടുപിടിക്കുക? ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. പണ്ട് എന്താണോ ഉണ്ടായിരുന്നത് ഇപ്പൊ എത്രയാണ് കിട്ടുന്നത്, അതിന്റെ വ്യത്യാസമാണല്ലോ അവർക്ക് വന്നിട്ടുള്ള നഷ്ടം. അതിനെയാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനും ആയിരിക്കാം.
The new profit sharing ratio has to be found out. The new profit sharing ratio may be agreed upon by the partners. ചിലപ്പോൾ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് തമ്മിൽ എഗ്രി ചെയ്ത് വെക്കും ഇങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട്. ഇറ്റ് മേ ബി ഗിവൺ ആൻഡ് നീഡ് നോട്ട് കാൽക്കുലേറ്റ് ഇറ്റ്. അപ്പൊ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരില്ല. പകരം അവർ സാക്രിഫൈസിംഗ് റേഷ്യോ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കാനായിരിക്കും പറയാം. ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ the mutual profit sharing ratio among the existing partners may remain unaltered after giving away the new partner's share. ചിലപ്പോൾ എങ്ങനെയായിരിക്കും ചോദിച്ചാൽ ഈ പഴയ പാർട്ട്നേഴ്സ് തമ്മിലുള്ള പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറില്ല, പുതിയ ആൾ വന്നാലും മാറില്ല. പുതിയ ആൾക്ക് ഒരു ഷെയർ കൊടുത്ത് ബാക്കിയുള്ളത് ഇവർ പണ്ടത്തെ അതേ റേഷ്യോയിൽ വീതിക്കാം എന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതാണ് രണ്ടാമത്തെ കേസ്. എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. ആദ്യം എക്സാമ്പിൾ, എക്സ് ആൻഡ് വൈ വർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് 3:2. എക്സും വൈയും ഉണ്ട്, രണ്ടുപേരും 3:2 എന്നുള്ള റേഷ്യോയിലാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ദേ അഡ്മിറ്റ് ആസ് എ ന്യൂ പാർട്ട്ണർ ഗിവിംഗ് ഹിം 1/5 ഷെയർ ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ്. അവർ എത്രയാണ് ഷെയർ കൊടുത്തത്? 1/5. പുതിയ ആൾക്ക് 1/5 കൊടുത്തു. അപ്പൊ ഇനി എത്ര ബാക്കിയുണ്ട് നോക്കുക. ഇനി എത്രയാണ് ബാക്കിയുള്ളത്? ടോട്ടലി പുതിയ ആൾക്ക് 1/5 കൊടുത്താൽ ബാക്കി എത്രയായിരിക്കും? 4/5 അല്ലെ? ടോട്ടലി 5 ആണ്. ഡിനോമിനേറ്റർ എപ്പോഴും നോക്കുക. പുതിയ ആളുടെ ഡിനോമിനേറ്റർ നോക്കിയാൽ മതി. പുതിയ ആൾക്ക് കൊടുക്കുന്നതിന്റെ ഡിനോമിനേറ്റർ. പുതിയ ആൾക്ക് എത്രയാണ് കൊടുക്കുന്നത്? 1/5 ആണ്. അപ്പൊ അവിടെ ബാലൻസ് എത്രയുള്ളത്? 5/5 എന്ന് 1/5 മൈനസ് ചെയ്താൽ 4/5 ആണ് ബാക്കിയുള്ളത്. ഈ 4/5 ആണ് നമുക്ക് എക്സിനും വൈനും വീതിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെങ്ങനെയാണ് പ്രത്യേകിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ വീതിച്ചു കൊടുക്കണം. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തരാത്തതുകൊണ്ട് ആ 4/5 എന്നുള്ളത് അവർ പഴയ റേഷ്യോയിൽ തന്നെയാണ് വീതിച്ചെടുക്കുക. 4/5 3/5 ഷെയർ എക്സിനും 4/5 2/5 ഷെയർ വൈനും. എവിടുന്ന 3/5 വന്നത്? 3 + 2 5 അല്ലെ? അങ്ങനെയാണ് 3/5 വന്നത്. ഇയാളുടെ 2/5. ഓക്കെ, അപ്പോ 4/5 × 3/5 ആണ് എക്സിന് അവകാശപ്പെട്ട ഷെയർ. അതുപോലെ 4/5 2/5 ഷെയർ, അതായത് ഈ ബാക്കിയുള്ളത് എന്താണോ ആ ബാക്കിയുള്ളത് അവർ വീണ്ടും പഴയ റേഷ്യോയിലാണ് വീതിച്ചെടുക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ളത് എന്താണോ അത് അവർ വീണ്ടും പഴയ റേഷ്യോയിലാണ് വീതിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പൊ 4/5 × 3/5 4/5 × 2/5. അപ്പൊ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് ഒന്നും തന്നിട്ടില്ലെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. അതായത് ഒരാൾ പുതിയതായി വന്നു, അയാൾക്ക് ഇത്ര കൊടുത്തു, ബാക്കിയുള്ളവരുടെ റേഷ്യോ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ വേണം പുതിയ ആൾക്കാരുടെ കണ്ടുപിടിക്കാൻ, പഴയ ആൾക്കാരുടെ പുതിയ ഷെയർ കണ്ടുപിടിക്കാൻ. ഓക്കെ, ഇനി സെറ്റിന്റെ ഷെയർ 1/5 ആണ്. ഇനി നമ്മൾ ഇതിനെ റേഷ്യോ രൂപത്തിൽ എഴുതുമ്പോൾ 3 എണ്ണത്തിന്റെയും ഡിനോമിനേറ്റർ ഈക്വൽ ആണെങ്കിൽ നമുക്ക് റേഷ്യോ രൂപത്തിൽ എഴുതാൻ പറ്റുള്ളൂ. ഇപ്പൊ നമുക്ക് 12:8:1 എന്ന് എഴുതി കഴിഞ്ഞാൽ അത് ആൻസർ തെറ്റാണ്. കാരണം ഇതിൽ രണ്ടിലും ഡിനോമിനേറ്റർ 25 ഇവിടെ 5 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/5നെ ഡിനോമിനേറ്റർ 25ലേക്ക് എത്തിക്കണം. ഡിനോമിനേറ്റർ എങ്ങനെ 25ൽ എത്തിക്കുക? അടിയിൽ നോക്കുക, അടിയിൽ ഏത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണോ 25 വരിക നോക്കുക, അതേ ഫിഗർ മേലിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അടിയിൽ 5 ആണ്, അപ്പൊ × 5 ചെയ്യുമ്പോൾ 25 വരുന്നുണ്ട്. അപ്പൊ മേലിൽ 5 വെച്ച് ചെയ്യാം. ഇപ്പൊ നമുക്ക് റേഷ്യോ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. 12:8:5. ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, നേരെ അങ്ങനെ എഴുതി വെക്കരുത്, ആൻസർ തെറ്റിപ്പോകും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത്, മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് പാർട്ട്നേഴ്സ് മേ ബി ചേഞ്ച്ഡ് ബൈ എഗ്രിമെന്റ്. മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചിലപ്പോൾ അവർ തമ്മിലുള്ളത് എഗ്രിമെന്റ് പ്രകാരം നമ്മൾ മാറ്റിയേക്കാം. അപ്പൊ ഇത് ഫസ്റ്റ് വണ്ണിന്റെ എക്സാമ്പിൾ ഇല്ല, കാരണം അത് നേരിട്ട് തരുന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വണ്ണിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിപ്പോ നോക്കിയത്. അതായത് മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മാറ്റിയിട്ടില്ല, അൺആൾട്ടേർഡ് ആണ്, അത് മാറ്റിയിട്ടില്ല. പുതിയ ആൾക്ക് ഇത്ര ഷെയർ കൊടുക്കണമെന്ന് പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ ചെയ്യണം. അടുത്തത് കേസ് സി ആണ്. മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എമംഗ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് മേ ബി ചേഞ്ച് ബൈ എഗ്രിമെന്റ്. വൺ ഓഫ് ദ പാർട്ട്നേഴ്സിന്റെ റേഷ്യോ ചേഞ്ച് ചെയ്യാണെന്നുള്ളത്. അതായത് പി ആൻഡ് ക്യൂ വർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ആസ് 4:3. R is admitted as a partner for 1/5 share. R-നെ 1/5 ഷെയറിനാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. പി ആൻഡ് ക്യൂ ഡിസൈഡ് ടു ഷെയർ ദ ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഈക്വലി. അപ്പൊ എന്താണ്? 1/5 ആറിനുള്ളതാണ്, അത് അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ബാലൻസ് എത്രയുണ്ട്? 4/5 ഉണ്ട്. ഈ 4/5 പിയും ക്യൂവും എങ്ങനെയാണ് ഷെയർ ചെയ്തെടുക്കാൻ പോകുന്നത്? ഈക്വലി എന്ന് പറയുമ്പോൾ ഹാഫ് ആയിട്ട്. അപ്പൊ 4/5 × 1/2 ആണ് പിക്കുള്ളത്, 4/5 × 1/2 ആണ് ക്യൂവിനുള്ളത്. പിന്നെ നേരത്തെ ചെയ്തപോലെ ഡിനോമിനേറ്റർ ഈക്വൽ ആണ് നോക്കുക. ഡിനോമിനേറ്റർ ഈക്വൽ എങ്കിൽ ഈക്വൽ ആക്കുക. പുതിയ റേഷ്യോ എഴുതിയ ശേഷം മൂന്നും ഡിനോമിനേറ്ററൊക്കെ ഈക്വൽ ആക്കി ഒന്നിച്ച് എഴുതിയ ശേഷം ഇതുപോലെ വീണ്ടും ഷോർട്ട് ആക്കാൻ പറ്റുമെങ്കിൽ ഷോർട്ട് ആക്കാം. ഷോർട്ട് ആക്കുമ്പോൾ എല്ലാത്തിനെയും ഒരേ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യണം. അത്രേ ഉള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്തത് കേസ് ഡി. If the sacrifice made individually by the existing partners is given, the new ratio should be calculated by deducting സാക്രിഫൈസ് റേഷ്യോ ഫ്രം ഓൾഡ് റേഷ്യോ. അതായത് ഓരോ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സും, അതായത് നമ്മുടെ പഴയ പാർട്ട്നേഴ്സ് എത്രയാണ് സാക്രിഫൈസ് വരുത്തിയതെന്ന് തന്നിട്ടുണ്ട്, ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ ഓൾഡിന്ന് സാക്രിഫൈസ് മൈനസ് ചെയ്താൽ നമുക്ക് ന്യൂ റേഷ്യോ കിട്ടും അല്ലെ. പണ്ട് അവർക്ക് എത്രയോ ഉണ്ടായിരുന്നു, അതൊന്നും ഒരു ഭാഗം കൊടുത്തു. എത്രയാണ് ഉണ്ടായിരുന്നതെന്നും അറിയാം, എത്രയാണ് കൊടുത്തതെന്നും അറിയാം. അപ്പൊ പുതിയത് എത്രയാണെന്ന് അറിയില്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ ഈക്വൽ ടു ഓൾഡ് റേഷ്യോ ഈ മൈനസ് ന്യൂ റേഷ്യോ എന്ന് നമ്മൾ പറയാം.
അല്ലെങ്കിൽ ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസിംഗ് റേഷ്യോ ആണ് ന്യൂ റേഷ്യോ. ഓക്കെ, എനിവേ രണ്ടും കറക്റ്റ് ആണ്. അതിന്റെ എക്സാമ്പിൾ നോക്കാം. എ, ബി ആൻഡ് സി പാർട്ട്നർ ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആസ് 3:2:1. They admitted D as a new partner, giving him 1/6 share of future profits. D acquired 3/24th share from A. Dന്റെ എത്രയാണ് കിട്ടിയത്? സോറി, എയുടെ എത്രയാണ് കിട്ടിയത്? 3/24ഉം ആൻഡ് 1/24 ഫ്രം ബി. ബിന്റെ 1/24ഉം. അപ്പോൾ ഇതാണ് ഇവർക്ക് വന്നിട്ടുള്ള സാക്രിഫൈസ്. ഈ സാക്രിഫൈസ് ജസ്റ്റ് അങ്ങോട്ട് മൈനസ് ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് 3/6 ആണ് എയുടെ ഷെയർ ഉള്ളത്. അപ്പൊ 3/6 മൈനസ് 3/24 ചെയ്യാം. ഇവിടെയാണെങ്കിൽ 2/6 മൈനസ് 1/24ഉം ചെയ്യാം. ഓക്കെ, പിന്നെ ഇങ്ങനെ ഫ്രാക്ഷൻ വന്നാൽ മൈനസ് ചെയ്യാനൊക്കെ അറിയുന്നുണ്ടാവും വിചാരിക്കണം. അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അങ്ങനെ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നത് അവരുടെ ഷെയർ, അത്രേ ഉള്ളൂ. പിന്നെ ഡിയുടെ ഷെയർ എന്ന് പറഞ്ഞാൽ രണ്ടുപേരിൽ നിന്നും കിട്ടിയതിന് ഈക്വലന്റ്. ഓക്കെ, എ, ബി, സി 3 പാർട്ട്നേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ 3 പേര് അങ്ങനെ ചെയ്യാം കേട്ടോ. ഇതിലോ ഒരാള് ഒരു സാക്രിഫൈസ്, സിക്ക് സാക്രിഫൈസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ നില്ലെന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വി ക്യാൻ സം അപ്പ് ആസ് ഓൾഡ് റേഷ്യോ ഉണ്ട്, ന്യൂ റേഷ്യോ ഉണ്ട്, സാക്രിഫൈസിംഗ് റേഷ്യോ ഉണ്ട്. അപ്പൊ അതിന്റെ ഫോർമുല ഉണ്ട്. ഈ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഒന്ന് വായിച്ചു വെക്കാം. But unless otherwise mentioned, the mutual profit sharing ratio between existing partners will remain unaltered. In that case, sacrifice ratio equal to old ratio. അതായത് പ്രത്യേകിച്ച് ഒന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, ഒന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, പണ്ടത്തെ ആൾക്കാരുടെ മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇല്ല. അതായത് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്, അതായത് പഴയ പാർട്ട്നേഴ്സ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സിന്റെ മ്യൂച്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നെയായിരിക്കും അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ എപ്പോഴും ഒരേ തന്നെയായിരിക്കും. അവരുടെ ഓൾഡ് റേഷ്യോയും അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയും ഒരേ തന്നെയായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ക്വസ്റ്റ്യനിൽ അങ്ങനെ വന്നിട്ടുണ്ടാവും. ഇപ്പൊ ഇതില് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 12:8 ആണ് അല്ലെ? ഇതിലിപ്പോ എക്സിന്റെ വൈകി നോക്കിക്കഴിഞ്ഞാൽ 12:8 അല്ലേ അവരുടെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വന്നിരിക്കുന്നത്. അവരുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 3:2. ഞാൻ നോക്കിയാൽ അറിയാം ഈ 3:2 എന്നുള്ളത് തന്നെയായിരിക്കും അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ. അത് വേണമെങ്കിൽ ചെയ്ത് നോക്കിയാൽ മതി. അതായത് ഓൾഡ് മൈനസ് ന്യൂ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, അതേ തന്നെയായിരിക്കും. അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. It will be evident from subsequent discussion that proper use of above ratios will be required for solving problems. Okay, ഇനിയിപ്പോൾ അഡ്മിഷൻ ഓരോന്ന് പഠിക്കുമ്പോൾ ഈ റേഷ്യോസിന്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത്രയാണ് നമ്മൾ എങ്ങനെ റേഷ്യോസ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളതാണ് ഇത്രയും നേരം പഠിച്ചത്. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. നമ്മുടെ ബുക്സിൽ അസറ്റ്സും ഉണ്ടാവും ലയബിലിറ്റീസും ഉണ്ടാവും. അതൊക്കെ വാങ്ങിച്ച വിലയിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റിലായിരിക്കും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിനെയൊക്കെ ഇന്നത്തെ വിലയിലേക്ക് കൊണ്ടുവരും. ഇന്നത്തെ വിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ ലാഭമാണോ നഷ്ടമാണോ ആ ലാഭം നഷ്ടം നമ്മൾ കണക്കിലെടുക്കണം. അത് കണക്കിലെടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന അക്കൗണ്ടാണ് റീവാല്യുവേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. റീവാല്യുവേഷൻ അക്കൗണ്ട് വഴി നമ്മൾ ആ ലാഭം അല്ലെങ്കിൽ നഷ്ടം കണക്കിലെടുക്കും. അതുപോലെ ബാലൻസ് ഷീറ്റിലും ആ ഫിഗേഴ്സ് അങ്ങോട്ട് റിവൈസ് ചെയ്യും. അപ്പൊ റീവാല്യുവേഷൻ ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരു ലാഭം അല്ലെങ്കിൽ നഷ്ടം കിട്ടും. അത് എല്ലാ അസറ്റും ലയബിലിറ്റീസും എല്ലാം അതിൽ നിന്നുള്ള പ്രോഫിറ്റോ ലോസോ എഴുതി നമുക്കൊരു നെറ്റ് ഫിഗർ ആയിട്ട് ഒരു ലാഭം അല്ലെങ്കിൽ നഷ്ടം കിട്ടും. അത് നേരെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കണം. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾഡ് റേഷ്യോയിൽ കാണിക്കണം. ഓക്കെ, അപ്പൊ അതിന് രണ്ട് മെത്തേഡ്സ് അവർ പറയുന്നുണ്ട്. ഒന്ന് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ദ ചേഞ്ചസ് ഇൻ ബാലൻസ് ഷീറ്റ് വാല്യൂസ് ആൻഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള മെത്തേഡാണ് കൂടുതൽ പോപ്പുലർ. അതാണ് ആദ്യത്തെ മെത്തേഡ്. അതാണ് ഞാനിപ്പോ പറഞ്ഞ മെത്തേഡും അത് തന്നെയായിരുന്നു. അപ്പൊ റീവാല്യൂഷൻ അക്കൗണ്ട് വരയ്ക്കണം. റീവാല്യൂഷൻ അക്കൗണ്ടിൽ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഫോർ ഡിക്രീസ് ഇൻ വാല്യൂ ഓഫ് അസറ്റ്, ഇൻക്രീസ് ഇൻ വാല്യൂ ഓഫ് ലയബിലിറ്റീസ്, പ്രൊവിഷൻ ഫോർ അൺറെക്കോർഡഡ് ലയബിലിറ്റീസ്. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് ടു ലയബിലിറ്റീസ് ഫോർ ഓക്കെ. അതായത് റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് അസറ്റ് കുറഞ്ഞതൊക്കെ എഴുതുക, ക്രെഡിറ്റ് സൈഡ് അസറ്റ് കൂടിയതൊക്കെ എഴുതുക. ഓക്കെ, അതുപോലെ ഡെബിറ്റ് സൈഡ് ലയബിലിറ്റീസ് കൂടിയതൊക്കെ എഴുതുക, ക്രെഡിറ്റ് സൈഡ് ലയബിലിറ്റീസ് വല്ലതും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. ഓക്കെ, അതാണ് ഈ രണ്ട് എൻട്രീസ്. റീവാല്യൂഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു അസറ്റ് എന്ന് പറയുമ്പോൾ അസറ്റ് വല്ലതും കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെബിറ്റ് ചെയ്യാം. നമ്മൾ സാധാരണ പോലെ തന്നെ ചെലവ് അങ്ങനെയുള്ളതൊക്കെ ഡെബിറ്റ് സൈഡും അതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രെഡിറ്റ് സൈഡും ആ രീതിയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ അങ്ങനെ റീവാല്യൂഷൻ അക്കൗണ്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. റീവാല്യൂഷൻ അക്കൗണ്ടിന്റെ ഒരു പെർഫോമർ തന്നിട്ടുണ്ട് ജസ്റ്റ്. അതായത് റീവാല്യൂഷൻ അക്കൗണ്ടിൽ അസറ്റ് കുറയുന്നത് ഇവിടെ എഴുതുക, ലയബിലിറ്റീസ് കൂടുന്നത് ഇവിടെ എഴുതുക. ആ ഡിഫറൻസ് മാത്രം നമ്മൾ എഴുതുന്നുണ്ട് കേട്ടോ. അസറ്റ് ആണെങ്കിൽ അതിൽ എത്രയാണോ ചേഞ്ച് ഉണ്ടായിരിക്കണം ആ ചേഞ്ച് മാത്രം എഴുതിയാൽ മതി. ലയബിലിറ്റീസ് ആണെങ്കിലും ആ ചേഞ്ച് മാത്രം എഴുതിയാൽ മതി. അതേപോലെ ക്രെഡിറ്റ് സൈഡ് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതുക, ലയബിലിറ്റീസ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുതുക. എന്നിട്ട് ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് ആ ബാലൻസ് വരുന്ന എമൗണ്ടിനെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, അതാണ് റീവാല്യൂഷൻ അക്കൗണ്ട്. അടുത്തത് ഇത് തന്നെ വേറെ രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. വിത്തൗട്ട് ചേഞ്ചിങ് ബാലൻസ് ഷീറ്റ് വാല്യൂസ്. ബാലൻസ് ഷീറ്റ് വാല്യൂസ് മാറാതെ. അപ്പൊ ഈ ഒരു മെത്തേഡ് അങ്ങനെ ഫോളോ ചെയ്യുന്നതല്ല. ഫസ്റ്റത്തെ മെത്തേഡാണ് നമ്മൾ പൊതുവെ എപ്പോഴും പ്രോബ്ലത്തിലൊക്കെ ഫോളോ ചെയ്യാറുള്ളൂ.
സെക്കൻഡ് മെത്തേഡ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സാധാരണ ഈ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് സാധാരണ രീതിയിൽ ഷെയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം റിവേഴ്സ് ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ് ഓർ ലയബിലിറ്റീസ്. ആ ഇൻക്രീസ് ഓർ ഡിക്രീസ് നമ്മളിപ്പോൾ ഇട്ടതിനെ റിവേഴ്സ് ചെയ്യുക, നേരെ ഇപ്പൊ ചെയ്തതിനെ നേരെ ഓപ്പോസിറ്റ് ചെയ്യുക. റിവേഴ്സലിന് ശേഷം എഗെയിൻ പ്രോഫിറ്റ് ഓർ ലോസ് കണ്ടുപിടിക്കുക. അങ്ങനെ കിട്ടിയിട്ടുള്ള പ്രോഫിറ്റ് ഓർ ലോസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഓക്കെ, ന്യൂ പാർട്ട്ണർക്ക് അടക്കം എല്ലാവർക്കും എഗെയിൻ വീതിച്ചു കൊടുക്കുക. ആ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മെമ്മറാൻഡം റീവാലുവേഷൻ അക്കൗണ്ട്. ആദ്യം നമ്മൾ പണ്ട് സാധാരണ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ പ്രോഫിറ്റ് ഓർ ലോസോ കണ്ടുപിടിച്ചു, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. അതിനുശേഷം ഈ ഇട്ടിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ എഗെയിൻ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്ത ശേഷം വീണ്ടും എഗെയിൻ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കണ്ടുപിടിച്ചു. ആ പ്രോഫിറ്റ് ഓർ ലോസ് നമ്മൾ ന്യൂ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സും പ്ലസ് ന്യൂ പാർട്ട്നേഴ്സ് എല്ലാവർക്കും ന്യൂ റേഷ്യോയിൽ തിരിച്ചു കൊടുക്കും. ഓക്കെ, അങ്ങനെ ഒരു രീതിയുണ്ട്. അടുത്തത് ഇതിന്റെ പ്രോബ്ലം വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇതൊക്കെ പഠിക്കാനുണ്ടോ എന്ന് അറിയില്ല, ഇതൊക്കെ ഏറ്റവും ബേസിക്സ് ആണ്, നോക്കാം. ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. അടുത്തത് അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ്വിൽ. ഇറ്റ് ഈസ് ബീങ് സെപ്പറേറ്റ്ലി ഡിസ്കസ് ലേറ്റർ. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് റിഗാർഡിംഗ് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് വെച്ചാൽ ഒരു ബിസിനസിന്റെ സൽപ്പേരിനെയാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അവരൊരു കുറച്ച് വർഷങ്ങളാവുമ്പോൾ അവരെ കുറിച്ച് ബാക്കിയുള്ളവർക്കുള്ള ഒരു അഭിപ്രായം ഇല്ലേ, അതിനെ നമുക്ക് ഗുഡ്വിൽ എന്ന് പറയാം. ഇപ്പൊ നമുക്ക് ടാറ്റ എന്നുള്ള ഫോമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു അഭിമാനം, അല്ലെങ്കിൽ നമുക്ക് അവരുടെ മേലൊരു വിശ്വസ്തത ഒക്കെ തോന്നുന്നില്ലേ? അതിനെയാണ് നമ്മൾ ഈ ഗുഡ്വിൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഗുഡ്വിൽ എന്ന് പറയുന്നത് നമുക്ക് ഫിനാൻഷ്യലി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന് ഇപ്പൊ റെലവൻസ് വരുന്നത്. ശരിക്കും ഗുഡ്വിൽ എന്ന് വെച്ചാൽ ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, എങ്കിലും നമുക്ക് അതിനെ ഫിനാൻഷ്യലി റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്. ഗുഡ്വിൽ ഇസ് എൻ ഇൻവിസിബിൾ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് എ ബിസിനസ് ടു ഏൺ മോർ ദാൻ ദ നോർമൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എൻജോയ്ഡ് ബൈ സിമിലർ ബിസിനസ്. ഗുഡ്വിൽ ഉള്ളതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആണ് പറയുന്നത്. ഒരു ഫേമിന് ഗുഡ്വിൽ ഉണ്ടെങ്കിൽ അതേ ബിസിനസ് ചെയ്യുന്ന മറ്റുള്ള വ്യക്തികൾ എത്രയാണോ ഏർണിങ്സ് ഉണ്ടാക്കുന്നത് അതിനേക്കാൾ അധികമായിട്ട് ഇവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം ഇവരുടെ സൽപ്പേര് കാരണം ഇവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കും. നല്ല രീതിയിൽ പ്രോഡക്റ്റ് വിറ്റിട്ട് ഇവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കും. Goodwill result into large number of customers, higher turnover and more profits for the business. The additional profit earned by the business or the super profits indicate that it has goodwill. The goodwill is a real but intangible asset. When the amount paid for purchase of the goodwill is in excess of its net asset, such excess payment is treated as goodwill at cost or purchase goodwill. അതായത് ഒരു ബിസിനസ്സിനുള്ള ഗുഡ്വില്ലിനേക്കാളും അധികം, അതായത് ആ ബിസിനസ്സിനുള്ള നെറ്റ് അസറ്റിനേക്കാളും അധികം പൈസ കൊടുത്തിട്ട് നമ്മൾ അവരെ ഗുഡ്വിൽ വാങ്ങുകയാണെങ്കിൽ നമ്മൾ അതിനെ ഗുഡ്വിൽ അറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്വിൽ എന്നൊക്കെ പറയും. ഇനി അതിന്റെ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് ആണ്. Where there is no purchase or sale but a change of contribution takes place, like admission of a new partner, etc., the value of goodwill may be recognized as inherent or potential goodwill. According treatment of goodwill as relevant accounting standard AS 10, accounting for fixed asset. AS 10 ഇല്ല, fixed asset അല്ല. Okay, goodwill should be recorded in the books only when some consideration in money or money has been paid for it. ഇതിപ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് ഗുഡ്വിൽ നമ്മൾ ബുക്സിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിൽ കാണിക്കാൻ പാടുള്ളൂ. Whenever the business is acquired for a price which is in excess of the value of net asset of the business taken over, the excess is termed as goodwill. അതായത് ഒരു ബിസിനസ്സിലുള്ള നെറ്റ് അസറ്റ് ടോട്ടൽ അസറ്റ്സ് മൈനസ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, അതാണ് അവരുടെ നെറ്റ് അസറ്റ്. ആ നെറ്റ് അസറ്റിനേക്കാളും അധികം വില കൊടുത്തിട്ടാണ് നമ്മൾ ആ ബിസിനസ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ആ ഡിഫറൻസിനാണ് നമ്മൾ ഗുഡ്വിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ബിസിനസിന്റെ നെറ്റ് അസറ്റിന്റെ വാല്യൂവിനേക്കാളും അധികം കൊടുത്തിട്ടാണ് നമ്മൾ ആ ബിസിനസ് അക്വയർ ചെയ്യുന്നതെങ്കിൽ ആ ഡിഫറൻസിനെ നമ്മൾ ഗുഡ്വിൽ എന്ന് പറയണം. ഓക്കെ, അടുത്തത് illustration. X and Y were partners sharing profits as 4:3. Z joined as a new partner. The new profit sharing ratio between X, Y and Z was agreed to be 7:5:3. The goodwill of the firm was valued at 84,000, but X could not pay any premium for goodwill. Z could not pay any premium for goodwill. അപ്പോൾ സ്റ്റെപ്പ് 1 ഇവിടെ നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ സാക്രിഫൈസിങ് റേഷ്യോ ആണ് കണ്ടുപിടിക്കുന്നത്. യഥാർത്ഥത്തിൽ പുതിയതായിട്ട് ഒരു പാർട്ണർ വരുന്ന സമയത്ത് അയാൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ആ ഫേമിന്റെ ഗുഡ്വിൽ നോക്കുക. ആ ഫേമിന്റെ ഗുഡ്വിൽ നോക്കിയിട്ട് അയാൾക്ക് എത്രയാണോ ഷെയർ ഓഫ് പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത് ആ എക്സ്റ്റെൻഡിൽ ഗുഡ്വിൽ എന്താ നോക്കുക. ഇപ്പൊ ഇവിടെ ഫേമിന്റെ ഗുഡ്വിൽ 84,000 ആണ്. അതിൽ സെഡിന്റെ ഷെയർ എന്ന് പറയുന്നത് 84,000 ഇൻറ്റു 3/15 ആണ്. ഓക്കെ, എത്രയാണ് 84,000 ഇൻറ്റു 3/15, അതാണല്ലോ ടോട്ടൽ റേഷ്യോ വേണം. അപ്പൊ ഇൻറ്റു 3/15, ആ 3/15 ഷെയർ എത്രയാണോ കണ്ടുപിടിക്കുക. അതിനുശേഷം അത്രയും ഗുഡ്വില് കൊണ്ടുവന്നിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. ഓക്കെ, അതെന്താണ്, അത് ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ ഇവിടെ എന്തൊക്കെ കണ്ടുപിടിക്കണം?
ആദ്യം സെഡിന്റെ ഷെയർ ഓഫ് ഗുഡ്വിൽ എന്താണെന്ന് കണ്ടുപിടിക്കണം. പിന്നെ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ സാക്രിഫൈസിംഗ് റേഷ്യോയില് ഈ ഷെയർ ഓഫ് ഗുഡ്വിൽ നമ്മൾ വീതിച്ചു കൊടുക്കണം. കാരണം ഫ്യൂച്ചറിലുള്ള പ്രോഫിറ്റ്സിലേക്കുള്ള ഒരു ഷെയർ ആണ് ഈ പുതിയ പാർട്ട്ണർക്ക് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള അതായത് ഈ പുതിയ പാർട്ട്ണർക്ക് നമ്മുടെ ബിസിനസ്സിലെ അസറ്റിലും ലയബിലിറ്റിയിലും ഒരു ഷെയർ കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അയാൾ ക്യാപിറ്റൽ വന്നിട്ട് ഒരു സംഖ്യ കൊണ്ടുവരുന്നത്. അതുപോലെ ഗുഡ്വിലുള്ള ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗുഡ്വിലുള്ള പ്രോഫിറ്റിലുള്ള ഷെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അയാൾ ഗുഡ്വിൽ കൊണ്ടുവരുന്നത്. കാരണം ഇവിടെ ഈ പഴയ പാർട്ട്നേഴ്സിന് ഒരു സാക്രിഫൈസ് സംഭവിക്കുന്നുണ്ട്. ആ സാക്രിഫൈസ് നികത്തി കൊടുക്കാനാണ് അയാൾ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ട് പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ എൻട്രി ആണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിച്ചു. അപ്പോൾ എക്സ് ആൻഡ് വൈ, എക്സിന്റെ വൈന്റെ സാക്രിഫൈസിംഗ് റേഷ്യോ ആസ് യൂഷ്വൽ നമ്മൾ ഫോർമുല വെച്ചിട്ട് അത് വെച്ച് കണ്ടുപിടിച്ചു. അതായത് ഓൾഡ് മൈനസ് ന്യൂ റേഷ്യോ വെച്ച് കണ്ടുപിടിച്ചു. അതിനുശേഷം ഇവരുടെ ഗുഡ്വിൽ കണ്ടുപിടിച്ചു. സെറ്റിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് 16,800 ആണ്. 16,800 ഇവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോ അതായത് 11:10 ആണ്. അപ്പൊ 11:10 എന്നുള്ള റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. ഓക്കെ, അടുത്തത് ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വില്ലിലെ പല കേസസ് ആണ്. ആദ്യത്തെ കേസ്, പുതിയ പാർട്ട്ണർ വരുമ്പോൾ പ്രീമിയം ഫോർ ഗുഡ്വിൽ കൊണ്ടുവരാണ്. ഓക്കെ, പ്രീമിയം കൊണ്ടുവരാണ്. ഗുഡ്വില്ലിനായിട്ട് കൊണ്ടുവരുന്നതിന് തന്നെ പ്രീമിയം എന്ന് പറയുന്നത്. ആ ഒരു കേസിൽ നമുക്ക് വരുന്ന ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ഈ കൊണ്ടുവരുന്ന പൈസ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ഈ കൊണ്ടുവന്നിട്ടുള്ള പ്രീമിയം ഈ പാർട്ട്നേഴ്സിന് ഇപ്പോൾ വീതിച്ചു കൊടുത്തല്ലോ. അവരുടെ ക്രെഡിറ്റിൽ ഇപ്പോൾ പാർട്ട്നേഴ്സിന്റെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ഈ എമൗണ്ട് കിടക്കുന്നുണ്ടാവും. അത് അവർ വിഡ്രോ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്, അവരുടെ അക്കൗണ്ടിൽ നിന്ന് അവരെടുത്തിട്ട് പോകണം. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് ടു ബാങ്ക് എന്ന് എഴുതുമ്പോൾ അവരുടെ എമൗണ്ട് അവരെടുത്തിട്ട് പോയതിന് തുല്യമാണ്. അടുത്തത്, ന്യൂ പാർട്ട്ണർ പേസ് പ്രീമിയം ഓൾദോ ഗുഡ്വിൽ അപ്പിയേഴ്സ് ഇൻ ദ ബുക്സ് അറ്റ് ഫുൾ വാല്യൂ. അതായത് ബുക്സിൽ ഓൾറെഡി ഗുഡ്വിൽ ഉണ്ട്, അത് ഫുൾ വാല്യൂലുണ്ട്, എങ്കിലും പുതിയ പാർട്ട്ണർ വീണ്ടും പ്രീമിയം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഗുഡ്വിൽ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഓൾറെഡി ഉള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഗുഡ്വിൽ, ഓൾറെഡി ഗുഡ്വിൽ ഉണ്ട്, അപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിട്ട് നമ്മൾ അത് റൈറ്റ് ഓഫ് ചെയ്തു. അടുത്തത്, പുതിയത് കൊണ്ടുവന്നതിന് ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. ഓക്കെ, അത് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ ഇത് കാണിക്കും. മറ്റേത് ഓൾഡ് റേഷ്യോയിൽ റൈറ്റ് ഓഫ് ചെയ്യും. അടുത്തത്, ന്യൂ പാർട്ട്ണർ പേസ് പ്രൈവറ്റ്ലി ഫോർ പ്രീമിയം ഫോർ ഗുഡ്വിൽ ടു ഓൾ പാർട്ട്നേഴ്സ്. പുതിയ പാർട്ട്ണർ പ്രൈവറ്റ് ആയിട്ടാണ് ഈ ഗുഡ്വിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ബുക്സിലേ വരണില്ല. നമ്മൾ എന്താ പറയുക, ബ്ലാക്കിൽ എന്നൊക്കെ പറയില്ലേ, ബുക്സിലേ വരാതെ അവർ സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ എൻട്രി ഒന്നും വരില്ല. അടുത്തത്, ന്യൂ പാർട്ട്ണർ കനോട്ട് പേ ദ പ്രീമിയം ടെമ്പറലി ബട്ട് എ ലോൺ അക്കൗണ്ട് ഇസ് ഓപ്പൺഡ്. ന്യൂ പാർട്ട്ണർക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഗുഡ്വിൽ ഒന്നും കൊണ്ടുവരാൻ പറ്റുന്നില്ല, പകരം അവരൊരു ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ അത് പിന്നീട് തരുന്നുള്ള രീതിയിലാണ്. അപ്പോൾ ലോൺ ടു ന്യൂ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ക്യാപിറ്റൽ അക്കൗണ്ട് ഇങ്ങനെ കൂടി വരികയാണ് അല്ലെ. അപ്പൊ അവർക്ക് കിട്ടാനുള്ള എമൗണ്ട് ഇങ്ങനെ കൂടി വരണം. പിന്നീടാണെങ്കിൽ അത് കിട്ടുമല്ലോ, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ലോൺ ടു ന്യൂ പാർട്ട്ണർ അക്കൗണ്ട് ഡെബിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, അപ്പൊ അതും സാക്രിഫൈസിംഗ് റേഷ്യോയില്. അടുത്തത്, ന്യൂ പാർട്ട്നേഴ്സ് അൺഎബിൾ ടു പേ ദ പ്രീമിയം ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഈസ് മേഡ് ഫോർ ക്യാപിറ്റൽ അക്കൗണ്ട്. ചില സമയത്ത് ഇങ്ങനെ ലോൺ പറഞ്ഞ് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ഈ പുതിയ പാർട്ട്ണർ എന്തായാലും ക്യാപിറ്റൽ കൊണ്ടുവരും, ആ ക്യാപിറ്റൽ തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ എൻട്രിയാണിത്. അതായത് പുതിയ പാർട്ട്ണർ പകരം ഗുഡ്വിൽ കൊണ്ടുവരണമെങ്കിൽ പകരം അയാളുടെ ക്യാപിറ്റൽ എന്നുള്ള സംഖ്യ തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ, അത് സാക്രിഫൈസിംഗ് റേഷ്യോയില്. അടുത്തത്, ന്യൂ പാർട്ട്ണർ പേസ് ഓൺലി പോർഷൻ ഓഫ് പ്രീമിയം ബട്ട് കനോട്ട് പേ ദ റിമൈനിങ് പോർഷൻ. അതായത് ഒരു പോർഷൻ അയാൾക്ക് പേ ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു പോർഷൻ പേ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ എത്രയാണോ അയാൾക്ക് പേ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾ സാധാരണ പോലെ ക്യാഷ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബാക്കിയുള്ളത് നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റലിന് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ എൻട്രി ഇടാം, അതിനും വിരോധമില്ല, അങ്ങനെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് അതായത് ന്യൂ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അങ്ങനെയും കാണിക്കാറുണ്ട്. അപ്പോൾ പൊതുവെ പറയാറുള്ളത്, ഗുഡ്വിൽ നമ്മൾ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളത് റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ, റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്നേഴ്സ്, ഗുഡ്വിൽ cannot be raised in the books of the firm because no consideration money or money's worth has been paid for it. അഡ്മിഷൻ റിട്ടയർമെന്റ് ആ സമയത്ത് ഉണ്ടാകുന്ന ഗുഡ്വിൽ ഒന്നും നമ്മൾ ബുക്സിൽ പ്രത്യേകം കാണിക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നമ്മൾ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ, അതുകൊണ്ട്. അടുത്തത്, ന്യൂ പാർട്ട്ണർ is allowed to enter the business by paying some amount as premium for goodwill. അപ്പൊ ഗുഡ്വില്ലിന് വേണ്ടിയിട്ടുള്ളത് അപ്പൊ ഓരോന്നായിട്ട് എഗെയിൻ അവർ അതന്നെ എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളൂ. ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ്വിൽ when a new partner is submitted. When a new partner brings an amount of as premium for goodwill, such an amount will be shared by old partners in sacrificing ratio. നേരത്തെ പറഞ്ഞ അതേ കാര്യമാണ്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്,
സാക്രിഫൈസിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ളത്. അടുത്തത് when the new partner fails to bring a premium for goodwill. ഇനിയിപ്പോൾ പ്രീമിയം കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ലോൺ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, അല്ലെങ്കിൽ പഴയ അയാളുടെ പുതിയ ആളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എടുത്തിട്ട് പഴയ ആൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അത് ഡിസ്കസ് ചെയ്ത് തന്നെയാണ് ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു ഓൾഡ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അഗൈൻ റീവാലുവേഷൻ അക്കൗണ്ട് വന്നത് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, തന്നെയായിരിക്കും എളുപ്പം. എക്സാമ്പിൾ, Ankit and Babul were carrying on business in partnership, sharing profits and losses in the ratio of 3:2. On December 31, 2017, their balance sheet was as follows. Balance sheet തന്നിട്ടുണ്ട്. Okay, on 1st January 2018, Charu was admitted to partnership on the following conditions. Already രണ്ട് പേരുണ്ട്, അവരുടെ റേഷ്യോ തന്നിട്ട് 3:2, അത് നോട്ട് ചെയ്യുക. പിന്നെ പുതിയ ആളെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ അഡ്മിറ്റ് ചെയ്യുന്നത് 1/3 ഷെയറിനാണ്. പിന്നെ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നോക്കുക. അല്ലെങ്കിൽ ഇയാൾക്ക് 1/3 മാറ്റി വെച്ച് പിന്നെ 2/3 3:2 എന്നുള്ള റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാം. അനിക്കിന്റെയും ബാബുവിന്റെയും പുതിയ റേഷ്യോ നമുക്ക് കിട്ടും, എയും ബിന്റെയും കിട്ടും. ഓക്കെ, Charu would bring 30,000 as his capital. He would not be able to bring his share of goodwill. In cash for rupees 10,000. അയാൾക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുന്നില്ല. പിന്നെ ബുക്ക് വാല്യൂ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 10,000. അപ്പോൾ നമ്മൾ 40,000 ആണ്, ഇൻക്രീസ്ഡ് ബൈ 10,000 പറയുമ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് 10,000 വന്ന് കാണിക്കണം. ഫർണിച്ചർ റെഡ്യൂസ് ടു 10,000. അപ്പോൾ ഫർണിച്ചർ ഡെബിറ്റിൽ റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ 10,000 മൈനസ് ചെയ്ത് കാണിക്കണം. സ്റ്റോക്ക് വുഡ് ബി റെഡ്യൂസ് ബൈ 10%. സ്റ്റോക്കും ലെസ് ചെയ്ത് കാണിക്കണം. Provision for bad and doubtful debts അത് ക്രിയേറ്റ് ചെയ്യണം. ആക്ച്വൽ ലയബിലിറ്റി ഫോർ വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 2,000. ഇതിൽ ആക്ച്വൽ ലയബിലിറ്റി 2,000 ഉള്ളൂ, അപ്പോൾ ബാക്കി 10,000 വേണ്ട, അപ്പോൾ അത് നമുക്ക് ലാഭമാണ്. ബാങ്ക് ലോൺ വുഡ് ബി പെയ്ഡ് ഓഫ്. ബാങ്ക് ലോൺ പേ ഓഫ് ചെയ്തു, അപ്പോൾ ബാങ്ക് ലോൺ അത്രയും കുറഞ്ഞു. ഓക്കെ, അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കണം. അപ്പോൾ റീവാലുവേഷൻ അക്കൗണ്ടിൽ ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 രൂപ കൂടി വന്നത് അത് കാണിച്ചു. പിന്നെ ഫർണിച്ചർ കുറഞ്ഞത് കാണിച്ചു, സ്റ്റോക്ക് കുറഞ്ഞത് പറഞ്ഞ് അത് കാണിച്ചു. പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് അത് ക്രിയേറ്റ് ചെയ്തു പുതിയതായിട്ട്. അടുത്തത് ഇനി ഇത്രയാണ് അസറ്റും ലയബിലിറ്റീസും റീവാല്യൂ ചെയ്തത്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ആക്ച്വലി പേ ചെയ്തു, വീണ്ടും റീവാല്യൂ ചെയ്ത് കാണിക്കേണ്ട കാര്യമില്ല. ഇത് നമ്മൾ ആക്ച്വലി പേ ചെയ്തുകൊണ്ട് പുതിയ ബാലൻസ് ഷീറ്റിൽ അത് മാറ്റി തന്നെ നേരെ കാണിച്ചാൽ മതി. അപ്പൊ ഇതിൽ ബാക്കിയുള്ളതിലൊക്കെ ഇതിലൊക്കെ ഡിഫറൻസ് ആണ് നമ്മൾ എടുത്തത്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. സ്റ്റോക്ക് ആണെങ്കിലും 10% കുറഞ്ഞത് അതിന്റെ 10% ഇവിടെ കാണിക്കുന്നു. അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ ഇവരുടെ ഓൾഡ് റേഷ്യോയിൽ വേണം വീതിച്ചു കൊടുക്കാൻ. കാരണം ഇത്രയും കാലം കഷ്ടപ്പെട്ട് പണിയെടുത്തത് അവരാണ്, അപ്പൊ അവർക്കാണ് ഈ എമൗണ്ട് അവകാശപ്പെട്ടത്. അപ്പൊ അവർക്ക് ഓൾഡ് റേഷ്യോയിൽ അത് നമ്മൾ വീതിച്ചു കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കണം. ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ 3 പേരിൽ വരയ്ക്കണം. എക്കും ബിക്കും എന്താണ് ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അപ്പൊ അവർ ഓപ്പണിംഗ് ബാലൻസ് എഴുതി. പിന്നെ ചാരു പുതിയതായി വന്ന ആളാണ്, അയാൾ ക്യാഷ് ആയിട്ട് ക്യാപിറ്റൽ ബാലൻസ് കൊണ്ടുവന്നു, 30,000 കൊണ്ടുവന്നു. പിന്നെ റീവാലുവേഷൻ പ്രോഫിറ്റ് അത് നമ്മൾ കാണിച്ചു. വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് അത് 3:2 എന്നുള്ള റേഷ്യോ നേരിട്ട് അത് നല്ല പ്രോഫിറ്റ്. അതായത് വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ട് ഇനി 2,000 രൂപയായി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ ആ 2,000 രൂപയായി എന്നുള്ളതിനെ സൂചിപ്പിച്ചാണ് ബാക്കി 10,000 രൂപ അവർക്കുള്ള ലാഭമാണല്ലോ. ഒന്നോ റീവാലുവേഷൻ അക്കൗണ്ടിൽ കാണിക്കായിരുന്നു, അവർ പക്ഷെ നേരിട്ട് ഇവിടെ കാണിച്ചു. എങ്ങനെയാണെങ്കിലും സെയിം ഇഫക്റ്റ് തന്നെയാണ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ നമ്മൾ 10,000 ലാഭം എന്ന് പറഞ്ഞ് കാണിച്ചാലും ഇതേ ഇഫക്റ്റിൽ തന്നെ വരാൻ പോകുന്നത്. അവരിവിടെ കാണിച്ചു, അത്രയേ ഉള്ളൂ. അത് 6,000 4,000 വീതിച്ചു കൊടുത്തു. പിന്നെ അടുത്തത് ബൈ ചാരു, ഇവർക്ക് രണ്ടുപേർക്കും 10,000 ആണ് ഇവരുടെ ഗുഡ്വില്ലിന്റെ സംഖ്യ. അപ്പൊ ആ 10,000 ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാണിച്ചതാണ്. അത് എങ്ങനെയാ പോകുന്നത് വെച്ചാൽ ചാരു വേറെ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അയാളുടെ ക്യാപിറ്റലിൽ നിന്നാണ് അത് കുറച്ചിട്ടുള്ളത്. ഓക്കെ, അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ കണ്ടോ, ചാരുവിന്റെ ക്യാപിറ്റലിനെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ചാരുവിന്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു 6,000 4,000 വെച്ചിട്ട്. അതായത് ഗുഡ്വില്ലാണ്, ഗുഡ്വില്ല് അയാൾക്ക് വേറെ സെപ്പറേറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അയാളുടെ ക്യാപിറ്റൽ തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവിടെ അയാളുടെ ക്യാപിറ്റലിന് മൈനസ് ചെയ്തു, പകരം ഇവരുടെ ക്യാപിറ്റലിൽ കൂട്ടി. അതിനുശേഷം നമ്മൾ ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കണം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ റീവാല്യൂ ചെയ്തതൊക്കെ ആ റീവാല്യൂഡ് ഫിഗേഴ്സും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത് വേണം എഴുതാൻ. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 40,000 ആയിരുന്നു, അതിലൂടെ 10,000 ഇപ്പൊ കൂടി എന്ന് പറഞ്ഞുകൊണ്ട് 10,000 കൂട്ടി എഴുതിയത്. ഫർണിച്ചറിലും സ്റ്റോക്കിലും ഡെറ്റേഴ്സിലും അതുപോലെയുള്ള ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ചേഞ്ചസ് നമ്മൾ മാറ്റം വരുത്താനുള്ളത് മാറ്റം വരുത്തി. പിന്നെ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2,300 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. 30,000 ഇയാൾ കൊണ്ടുവന്നതാണ്, ആരാണ് പുതിയ പാർട്ണർ കൊണ്ടുവന്നതാണ്. പിന്നെ ഒരു 20,000 ലെസ് ചെയ്യാൻ കാരണം ഒന്ന് ഈ ലോണ് റീപേ ചെയ്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. ലോണിന്റെ സംഖ്യ എത്രയാണെന്ന് നോക്കണം. ബാങ്ക് ലോണാണ് 20,000 അടച്ചിട്ടുള്ളത്. ആ 20,000 ആണ് അവിടെ കാണിച്ചത്. അത് കയ്യിൽ നിന്ന് ക്യാഷ് ആയിട്ടാണല്ലോ പോയത്. അത് പേ ഓഫ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരിട്ട് അവിടെ കാണിച്ചത്. അത് നമ്മൾ റീവാല്യൂ ചെയ്യുന്നില്ല, അത് പോയല്ലോ, അതുകൊണ്ട് അങ്ങനെ നമ്മളത് എടുത്തു. ഓക്കെ, അപ്പൊ ക്യാഷ് ഇൻ ബാലൻസ് അങ്ങനെ കറക്റ്റ്. അപ്പൊ ക്യാഷ് ബാലൻസ് എപ്പോഴും ശ്രദ്ധിക്കണം, പൊതുവെ ഈ ഒരു കാര്യം എല്ലാവരും തെറ്റിക്കുന്നതാണ്. പിന്നെ ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നോക്കിയിട്ട് ബാലൻസ് നോക്കി എഴുതിയാൽ മതി. സണ്ടറി ഡെറ്റേഴ്സ്, ബിൽ പേബിൾ, വർക്ക്മാൻ കോമ്പൻസേഷൻ ഫണ്ടും ചേഞ്ച് വന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിയെടുത്തു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പൊ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് പൊതുവെ ചോദിക്കാറുള്ളത്.
അടുത്തത് നോക്കാം. അടുത്തത് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ആണ്. വാല്യൂഷൻ ഓഫ് ഇൻഹറന്റ് ഓഫ് നോൺ പർച്ചേസ്ഡ് ഗുഡ്വിൽ. നമ്മൾ എങ്ങനെയാണ് ഈ ഗുഡ്വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇതിലൊക്കെ നമുക്ക് ഗുഡ്വിൽ ഇത്ര രൂപയാണ്, ഇപ്പൊ 20,000 ആണ്, 30,000 ആണെന്നൊക്കെ പറഞ്ഞ് തന്നിരിക്കുന്നു. ആക്ച്വലി ഈ ഗുഡ്വിൽ ഇപ്പോൾ 10,000 ആണ്. ഈ ഗുഡ്വിൽ ഫോമിന്റെ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഗുഡ്വിൽ കിട്ടിയത്, അതിന്റെ കാൽക്കുലേഷൻ ആണ് പറയുന്നത്. അപ്പൊ അതും 2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡാണ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ കഴിഞ്ഞ 2-3 വർഷത്തിൽ നമ്മൾ ആവറേജ് പ്രോഫിറ്റ് എടുക്കും. പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്റെ ആവറേജ് കണ്ടുപിടിക്കും, അത്രയേ ഉള്ളൂ. ആ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് ഇൻറ്റു ഒരു ഇയർ ഓഫ് പർച്ചേസ് വന്നിട്ട് ഒരു സംഭവമുണ്ട്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻറ്റു ആവറേജ് മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ്. അതായത് എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ മീനിങ് എവിടെയും കണ്ടിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയ മീനിങ് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങിയിട്ട് അത് ഇന്നത്തെ ഇവരുടെ ഈ ബിസിനസിന്റെ നിലയിലേക്ക് എത്തിക്കണമെങ്കിൽ, നമ്മളിപ്പോൾ ഇതുപോലെ ഒരു ബിസിനസ് ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് അതിന് ഈ ലെവലിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് എത്ര കൊല്ലം എടുക്കും, അതിനാണ് ഈ ഇയേഴ്സ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇൻറ്റു ആവറേജ് മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫേമിന്റെ ഗുഡ്വിൽ കിട്ടുന്നതാണ് പറയുന്നത്. ഇതാണ് ഈ ഒരു മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ വാല്യൂ ചെയ്യാനുള്ള വഴി. അപ്പം വാല്യൂ ഗുഡ്വിൽ ഈക്വൽ ടു ഇയർ ഓഫ് പർച്ചേസ് ഇൻറ്റു ആവറേജ് പ്രോഫിറ്റ്സ്. ഈ ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആവറേജ് പ്രോഫിറ്റ് എടുക്കുക, അത് കഴിഞ്ഞ 2 കൊല്ലത്തേനോ 3 കൊല്ലത്തേനോ അങ്ങനെ എന്തെങ്കിലും പറയും, അതെടുത്തിട്ട് ഡിവൈഡഡ് ബൈ എത്ര കൊല്ലമാണ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. ഈ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എക്സെപ്ഷണൽ ക്യാഷ്വൽ ഇൻകം ഉണ്ടെങ്കിൽ, അതായത് യൂഷ്വലി വരാതെ എപ്പോഴെങ്കിലും വരുന്ന വല്ല ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രോഫിറ്റ് നിന്ന് ഒഴിവാക്കണം, കാരണം അത് റെഗുലറായിട്ടുള്ളതല്ലോ. അതുകൊണ്ട് അബ്നോർമൽ ലോസ് വല്ലതും നമ്മൾ ഡിഡക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യണം, കാരണം അത് അബ്നോർമൽ ലോസ് ആണ്, എല്ലാ കൊല്ലം വരുന്നതല്ലല്ലോ. അങ്ങനെ മനസ്സിലാവുണ്ടോ? അപ്പൊ യൂഷ്വലി വരാത്തതൊക്കെയാണ് ഇപ്പൊ മാത്രമായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് വേണം പ്രോഫിറ്റ് എടുക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ എടുത്ത ശേഷം നമ്മൾ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം, ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. അതാണ് ആദ്യത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ചെയ്യുക. സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് മൈനസ് നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് സൂപ്പർ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സാധാരണ എല്ലാവർക്കും എത്രയാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് അതിനേക്കാൾ അധികമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റിനാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ എല്ലാവർക്കും 10,000 രൂപയാണ് ഈ ബിസിനസ്സിൽ നിന്ന് ലാഭം കിട്ടുക, എനിക്ക് അവിടെ 15 കിട്ടുന്നുണ്ടെങ്കിൽ ആ 5,000-നെയാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നത്. എക്സസ് ഓഫ് നോർമൽ പ്രോഫിറ്റ്, അതിനാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ്, അതായത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രോഫിറ്റ് എന്താണോ അത് മൈനസ് നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്. അതായത് നോർമലി ഈ ബിസിനസ് ചെയ്യുന്നവർക്ക് എത്രയാണ് പ്രോഫിറ്റ് കിട്ടുക, അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എത്രയാണോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം നോക്കുക, അത് ഇന്നും ഒരു പെർസെന്റേജ് കിട്ടും. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വെച്ചാൽ നോർമലി ഈ ബിസിനസ്സിലുള്ളവർക്ക് ഇത്രയാണ് ലാഭ ശതമാനം, അതായത് ഇപ്പോൾ ഒരു 5%, 6% അല്ലെങ്കിൽ 10% അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു റേറ്റ് കിട്ടും. അപ്പൊ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റേറ്റിനെ നോർമൽ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. ആ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസമാണ് സൂപ്പർ പ്രോഫിറ്റ്. പിന്നെ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് ചെയ്താൽ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പ്രകാരം ഗുഡ്വിൽ കിട്ടും. പിന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സിലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് വെച്ചാൽ ടോട്ടൽ അസറ്റ്സ് മൈനസ് എക്സ്ക്ലൂഡിങ് എന്തൊക്കെ എക്സ്ക്ലൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ്വിൽ, ബട്ട് എക്സ്ക്ലൂഡിങ് ഗുഡ്വിൽ ആയിട്ട് കോസ്റ്റ് പെയ്ഡ് ഫോർ. ഓക്കെ, പിന്നെ അറ്റ് കോസ്റ്റ് പെയ്ഡ് ഫോർ നമ്മൾ ഗുഡ്വിൽ സാധാരണ ഗുഡ്വിൽ ഉണ്ടെങ്കിൽ ഒഴിവാക്കണം, പക്ഷെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച ഗുഡ്വിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, അത് 200 വെക്കാം. പിന്നെ നോൺ ട്രേഡിംഗ് അസറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. ഫിക്ടീഷ്യസ് അസറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഡിസ്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിൽ വല്ലതും കാണുകയാണെങ്കിൽ അതൊന്നും നമ്മൾ എടുക്കരുത്. പിന്നെ കറന്റ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ് എടുക്കാം. കണ്ടീജന്റ് ആൻഡ് പ്രോബബിൾ ലയബിലിറ്റീസ് അതൊക്കെ ലെസ് ചെയ്യാം. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ, ക്യാപിറ്റൽ എംപ്ലോയിഡിൽ നിന്ന് ഹാഫ് ഓഫ് കറന്റ് ഇയേഴ്സ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് ആഫ്റ്റർ ടാക്സേഷൻ അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. ഓക്കെ, ഇപ്പോൾ പൊതുവെ നോർമലി ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഒക്കെ തരാറുണ്ട്, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുള്ളൂ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം സണ്ടറി അസറ്റ് എടുക്കുന്നു. സണ്ടറി അസറ്റ് എന്ന് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഗുഡ്വില്ല് പർച്ചേസ്ഡ് ഗുഡ്വിൽ ആണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, പർച്ചേസ്ഡ് ഗുഡ്വിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് എക്സ്ക്ലൂഡ് ചെയ്യണം. പിന്നെ നോൺ ട്രേഡിംഗ് അസറ്റ് ഉണ്ടെങ്കിൽ, നോൺ ട്രേഡിംഗ് അസറ്റ് വെച്ചാൽ നമുക്കിപ്പോൾ വേറെ ഏതെങ്കിലും ബിസിനസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞാൽ നോൺ ട്രേഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും, അത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ഫിക്ടീഷ്യസ് അസറ്റ് ഒഴിവാക്കണം. പിന്നെ ലെസ് കറന്റ് ലയബിലിറ്റീസ് ആൻഡ് പ്രൊവിഷൻസ്, കണ്ടീജന്റ് പ്രോബബിൾ ലയബിലിറ്റീസ് അങ്ങനെ തന്നിട്ടുണ്ടാവും, അത് ഒഴിവാക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന ഹാഫ് ഓഫ് കറന്റ് ഇയേഴ്സ് ട്രേഡിംഗ് പ്രോഫിറ്റ്സ് ആഫ്റ്റർ ടാക്സേഷൻ, അപ്പൊ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടും. പിന്നെ ആവറേജ് ആനുവൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്സ്, പിന്നെ നമ്മൾ പ്രോഫിറ്റ്സ് സാധാരണ രീതിയിൽ കണ്ടുപിടിക്കണം. ഓക്കെ, കാൽക്കുലേറ്റ് നോർമൽ റിട്ടേൺ. നോർമൽ റിട്ടേൺ വെച്ചാൽ ഈ ആവറേജ് ക്യാപിറ്റൽ എംപ്ലോയിഡിന്റെ 10%, 10%, 12% അങ്ങനെ തന്നിട്ടുണ്ടാവും, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നോർമൽ പ്രോഫിറ്റ് കിട്ടും.
ഈ നോർമൽ പ്രോഫിറ്റും പിന്നെ മെയിൻറ്റൈനബിൾ ഫ്യൂച്ചർ മെയിൻറ്റൈനബിൾ പ്രോഫിറ്റും, അതായത് ആവറേജ് ആയതുകൊണ്ട് നമ്മുടെ ആക്ച്വൽ പ്രോഫിറ്റും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിനാണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്സ്. ഇത് പല മെത്തേഡ്സ് ആണ് കേട്ടോ ഗുഡ്വിൽ കണ്ടുപിടിക്കാനുള്ളത്. അടുത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ്, എ പ്രോഫിറ്റ്. അടുത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്. ക്യാപിറ്റലൈസേഷൻ ഓഫ് പ്രോഫിറ്റ് മെത്തേഡ് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചിട്ട് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100 ചെയ്യും. അതിനെയാണ് നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡും ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡും, നമ്മൾ ആക്ച്വലി നമ്മുടെ ബിസിനസ്സിൽ എന്താണോ ക്യാപിറ്റൽ എംപ്ലോയിഡ് അത് തമ്മിലുള്ള വ്യത്യാസത്തിനെ ഗുഡ്വിൽ എന്ന് പറയുന്നു. ഇതിൽ ഈ ഫോർമുലാസ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം, എന്നാലേ നമുക്ക് അറിയുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ ഫോർമുലാസ് ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഓരോന്നിലും ഏതൊക്കെ സ്റ്റെപ്പാണെന്നുള്ളത് ഓർത്ത് വയ്ക്കാം. നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് നമ്മൾ ചെയ്യുന്നത് മെയിൻറ്റൈനബിൾ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നമ്മുടെ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100 ചെയ്താൽ നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കിട്ടി. നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡും ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡും തമ്മിലുള്ള വ്യത്യാസം ഗുഡ്വില്ലാണ്. അടുത്തത് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഉണ്ട്. സൂപ്പർ പ്രോഫിറ്റിന്റെ കേസിൽ ഗുഡ്വിൽ ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഇൻറ്റു 100, അതാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ആൻവിറ്റി മെത്തേഡ് ഉണ്ട്. ആൻവിറ്റി മെത്തേഡ് വെച്ചാൽ സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഒരു ആൻവിറ്റി വാല്യൂ തന്നിട്ടുണ്ടാവും, ജസ്റ്റ് അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ. Questions നോക്കാം. X and Y are partners having capital of 80,000 and 20,000 respectively and profit sharing ratio of 4:1. Said is admitted for 1/5 share in the profit of the firm and he pays 30,000 as capital. Find out the value of goodwill. Goodwillന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് പുതിയ ആൾ എത്രയാണ് കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ ആയിട്ട്, പുതിയ ആൾ കൊണ്ടുവരുന്നത് 30,000 ആണ്. അയാൾക്ക് കിട്ടുന്നത് 1/5 ഷെയറിനാണ്. 1/5 ഷെയറിന് അയാൾ 30,000 ക്യാപിറ്റൽ കൊണ്ടുവരികയാണെങ്കിൽ ടോട്ടൽ ഫേമിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കുന്നതാണ് അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് 1,50,000 ആണ് അല്ലെ. ഇനി 1,50,000 നമ്മൾ സാധാരണ ഇവരുടെ ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ മൈനസ് ചെയ്യണം. അതായത് 80,000 പ്ലസ് 20,000 പ്ലസ് 30,000 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് കിട്ടുന്നതിനെ ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്നു. ഇതാണ് ഹിഡൻ ഗുഡ്വില്ലിന്റെ കൺസെപ്റ്റ്. പക്ഷെ അവർ അതെന്താ കൺസെപ്റ്റ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അത് കാൽക്കുലേഷൻ മാത്രം പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എക്സാമിന് വരാമോ. ഓക്കെ. Illustration regarding valuation of goodwill. Value of goodwill for a non-corporate associate. Okay. നമുക്ക് നോക്കാം. From the following information, calculate the value of goodwill by super profit method. Average capital employed തന്നിട്ടുണ്ട്. Net trading profit of the firm for the past 3 years തന്നിട്ടുണ്ട്. Rate of interest expected from capital having regard to the risk involved. അതായത് normal rate of return 18%. Fair remuneration to partners for their services 12,000 per annum. Sundry asset excluding goodwill of the firm 7,54,762. Sundry asset തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്ന് നോർമൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിക്കണം അല്ലെ, ആ രീതിയിലായിരിക്കാം. ഓക്കെ. ഇതിൽ ഇവർ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ കൺസിഡറിംഗ് റെമ്യൂണറേഷൻ, ഓരോ വർഷത്തെയും പ്രോഫിറ്റിന് റെമ്യൂണറേഷൻ മൈനസ് ചെയ്തു. പാർട്ട്നേഴ്സ് റെമ്യൂണറേഷൻ ഉണ്ട്, അത് മൈനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടി അല്ലെ. ആക്ച്വൽ പ്രോഫിറ്റും പിന്നെ നോർമൽ പ്രോഫിറ്റും തമ്മിലുള്ള വ്യത്യാസം സൂപ്പർ പ്രോഫിറ്റ്. ഓക്കെ. നേരിട്ട് ഇങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ള മെത്തേഡ് അല്ല, സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഇയർ ഓഫ് പർച്ചേസ് ചെയ്തു. ഓക്കെ. രണ്ട് മെത്തേഡ്, പിന്നെയും വേറൊരു മെത്തേഡ് അവൈലബിൾ ആയിട്ടുള്ളത് ക്യാപിറ്റൽ എംപ്ലോയിഡ് വഴി ചെയ്യുന്നതാണ്. അതല്ല ഇവർ ഈ മെത്തേഡിലാണ് ചെയ്തിരിക്കണം. ഓക്കെ. അടുത്തത് ഇലുസ്ട്രേഷൻ 4. New partner pays premium for goodwill, but goodwill account is appearing in the balance sheet at full value. Gargi and Ganna were partners sharing profits and losses as 5:3. They agreed to admit Lilapati as a new partner and payment of 9,000 as premium for goodwill. The new profit sharing ratio was agreed as 3:2:1. The goodwill account appearing in the books amounted to 54,000. Pass the necessary journal entries. Goodwill already 54,000 books ഉണ്ട്. പിന്നെ പറയുന്നത് പുതിയ പാർട്ണർ 9,000 റുപ്പീസ് ആണ് പ്രീമിയം ആയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ 9,000 കൊണ്ടുവന്ന് 1/6 ഷെയറിന്. അപ്പോൾ ഫുൾ വാല്യൂ ഗുഡ്വിൽ വരേണ്ടത് 54,000 ആണ്. അപ്പോൾ അവിടെ അണ്ടർ വാല്യൂഷനും ഇല്ല, ഓവർ വാല്യൂഷനും ഇല്ല, അത്ര തന്നെയാണ് ബുക്സിലും ഉള്ളത് അല്ലെ. അപ്പൊ അടുത്തത് നമ്മളിനി സാക്രിഫൈസും കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസ് ആണ്. അപ്പോൾ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5/8 3/8 ആണ്. ന്യൂ റേഷ്യോ 3/6 2/6. അപ്പൊ സാക്രിഫൈസ് കണ്ടുപിടിച്ചു. ഓക്കെ. ആ സാക്രിഫൈസിൽ ആ എമൗണ്ട് വീതിച്ചു കൊടുത്തു. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ബിറ്റ്വീൻ ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ ഓൾഡ് റേഷ്യോ. ആദ്യം ഓൾറെഡി ഉള്ള ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്തു, കാരണം പഴയ ഗുഡ്വിൽ പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെടണം. അപ്പൊ അത് റൈറ്റ് ഓഫ് ചെയ്തു. പിന്നെ പുതിയതായിട്ട് ഇയാൾ കൊണ്ടുവന്ന 9,000 ആണല്ലോ ഇയാളുടെ ഷെയർ. ആ ഷെയർ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. അടുത്തത് where the new partner pays premium for goodwill and also brings his own goodwill to the business.
Amal and Bimal are partners sharing profits in the ratio of 2:3. Charu is admitted as a partner on 1st January 2013 and he pays into the firm cash rupees 9,000, out of which 3,000 is premium on his admission to a quarter share. The ratio between Amal and Bimal to be 1:2. Charu also brings into the business his own goodwill to be run as a separate unit and goodwill is agreed at 4,800. Show the entries. അപ്പോൾ 4,800 അയാളുടെ ഒരു ഷെയർ പുതിയ യൂണിറ്റിന് വേണ്ടി കൊണ്ടുവരണം. അപ്പൊ ഫസ്റ്റ് യൂണിറ്റില് 3,000 ആണ് പ്രീമിയം. അത് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് ഓൾഡ് റേഷ്യോ അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിലാണ്. ഓക്കെ, അടുത്തത് സെക്കൻഡ് യൂണിറ്റിന് ചാരു കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അത് അയാളുടെ ക്യാപിറ്റലായിട്ട് കാണിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡെബിറ്റ് ഇട്ടു, അത് അയാളുടെ അതിലേക്ക് ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് അത് അമൽ ആൻഡ് ബിബലിന് 2:3 എന്നുള്ള റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് ആദ്യം ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കണം. അത് ആസ് യൂഷ്വൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആദ്യം ഇയാൾ 9,000 rupees കൊണ്ടുവന്നു. അതിൽ 3,000 ഗുഡ്വിൽ ഉള്ളത് അല്ലെ, ആ 3,000 ഗുഡ്വിൽ ഉള്ളത് അമലിനും ബിബലിനും വീതിച്ചു കൊടുത്തു. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ ചാരുസ് ഓൺ ഗുഡ്വിൽ ബ്രോട്ട് ഇൻ ടു ബിസിനസ്. ചാരുവിന്റെ ഗുഡ്വിൽ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അപ്പൊ ആ ഗുഡ്വിൽ കൊണ്ടുവന്നതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിച്ചതാണ്. അപ്പൊ അത് ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അമലിന്റെയും ബിബലിന്റെയും ക്യാപിറ്റലിനും കുറയ്ക്കുന്ന പോലെ അവർക്ക് അവകാശപ്പെടില്ല, ഇയാളായിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ അവരുടെ അതിന്റെ ഒരു ഷെയർ കണ്ടുപിടിച്ചിട്ട് കുറയ്ക്കാണ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റിഗാർഡിംഗ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ്സ് ഓർ ലോസസ് ഓർ റിസർവ്സ് ആൻഡ് സർപ്ലസ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റിൽ എന്തെങ്കിലും റിസർവ്സോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ലോസസോ പ്രോഫിറ്റ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. കാരണം അതൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പൊ ഇത് ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്, അതിൽ ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ജനറൽ റിസർവ് തന്നിട്ടുണ്ട്, അത് നേരെ ഓൾഡ് പാർട്ട്നേഴ്സിനെ വീതിച്ചു കൊടുക്കേണ്ടത്. ഇപ്പൊ ഇതിൽ ടി പറയുന്ന ഒരാൾ അഡ്മിറ്റ് ചെയ്തു 1/5 ഷെയറിന്. അപ്പൊ ഇതിൽ ജനറൽ റിസർവ് അക്കൗണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് അക്കൗണ്ട്, രണ്ട് അക്കൗണ്ടുകളാണുള്ളത്. അത് രണ്ടും ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. ഓക്കെ, 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നത്. ടി എന്ന് പറയുന്ന ആൾ പുതിയ ആളാണ്. അപ്പോൾ ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. ഇത്രയാണ് ജനറലി സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇനി ക്യാപിറ്റലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. റിഗാർഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, when a new partner is admitted, the total amount of capital is determined on the basis of new partner's capital and the profit sharing ratio. നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതായത് പുതിയതായിട്ട് ഒരു പാർട്ണറെ കൊണ്ടുവരുമ്പോൾ അയാളുടെ എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണ്, അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ ഫേമിന്റെ ക്യാപിറ്റൽ എന്തായിരിക്കും കണ്ടുപിടിക്കും. അതിനുശേഷം പഴയ ആൾക്കാരുടെ ക്യാപിറ്റൽ അതേ രീതിയിലാണോ നോക്കണമെന്ന് നമ്മൾ ചിലപ്പോൾ നോക്കും. അതേ രീതിയിലല്ലെങ്കിൽ അവരോട് പുതിയതായിട്ട് ക്യാപിറ്റൽ കൊണ്ടുവരാൻ ചിലപ്പോൾ പറയാറുണ്ട്. ചിലപ്പോൾ ഈ ചെയ്യാന്നുള്ളത് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും കഴിഞ്ഞ് റീവാലുവേഷൻ അക്കൗണ്ടിന്റെ ആ ഒരു റേഷ്യോ വെച്ചിട്ടും അത് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ റേഷ്യോ വെച്ചിട്ടും ഒക്കെ ചെയ്യാറുണ്ട്. 2-3 രീതിയിലുണ്ട്, നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നോക്കിയിട്ട് പറഞ്ഞുതരാം. A and B are partners in a firm sharing profits and losses 4:1. Then balance sheet as on 31st March 2013 should as under A, B തന്നുണ്ട്, റിസർവ്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്, അതുപോലെ ഫർണിച്ചർ, സ്റ്റോക്ക്, ബിൽ റിസീവബിൾ, ഡെപ്റ്റേഴ്സ് ഒക്കെ തന്നുണ്ട്. A, B and C will share profits and losses in the ratio 5:3:2. ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോ തന്നിട്ടുണ്ട്, അതൊന്ന് സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാം. C will bring 20,000 as a premium for goodwill and 30,000 as capital. 20,000 പ്രീമിയം കൊണ്ടുവരും, അത് സാക്രിഫൈസിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. ഹാഫ് ഓഫ് റിസർവ് is to be withdrawn by partners. റിസർവ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന് അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം, എക്കും ബിക്കും. അതിനുശേഷം അതിൽ ഹാഫ് ദ എമൗണ്ട്, അപ്പൊ 20,000 ആദ്യം നമ്മൾ ഇവർക്ക് വീതിച്ചു കൊടുക്കും. എന്നിട്ട് അവർക്ക് എത്രയാണോ കിട്ടിയത് അതിൽ ഓരോരുത്തരും അവർക്ക് കിട്ടിയതിന്റെ ഹാഫ് അവർ വിഡ്രോ ചെയ്യും. അപ്പൊ ഹാഫിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യാം. പിന്നെ അസറ്റ്സ് റീവാല്യൂ ചെയ്യേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റർ ഹാസ് എഗ്രീഡ് ടു ഫോർഗോ ഹിസ് ക്ലെയിം ബൈ 2,000. അപ്പൊ 2,000 നമുക്ക് ലാഭമാണ്. ആഫ്റ്റർ മേക്കിംഗ് ദ അബവ് അഡ്ജസ്റ്റ്മെന്റ്സ്, ഇതാണ് ഇപ്പൊ പുതിയതായിട്ട് വരുന്ന കാര്യം. After making the above adjustments, the capital accounts of A and B should be adjusted on the basis of C's capital. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും വരുത്തിയതിനു ശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ അക്കൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക, എന്നിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് വരച്ചിട്ട് നമ്മൾ നോർമലി എല്ലാവരുടെ അക്കൗണ്ടും ബാലൻസ് ചെയ്തിട്ട് അത് അങ്ങനെ ബാലൻസ് അങ്ങനെ എഴുതി വെക്കലാണ് പതിവ്. പക്ഷെ ഇതിൽ അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാപിറ്റൽ ബാലൻസ് ജസ്റ്റ് ഒന്ന് റഫ് ആയിട്ട് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് ഇങ്ങനെ ബാലൻസ് വരുമല്ലോ, നമ്മളിപ്പോ ഇങ്ങനെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ബാലൻസ് വരും. ആ ബാലൻസ് നമ്മൾ റഫായിട്ടൊന്ന് കണ്ടുപിടിച്ച ശേഷം അതിനെ നമ്മുടെ റേഷ്യോയിൽ ആക്കിയ ശേഷം ഡിഫറൻസ് എമൗണ്ട് ഇവർ കൊണ്ടുവരുന്ന രീതിയിലാണ് കാണിക്കുക. ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതിനും 2 മെത്തേഡ് ഉണ്ട്. അപ്പൊ ഇത് ഏതാ മെത്തേഡ് ചെയ്തിരിക്കണം നോക്കിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുതരാം. After making the above adjustments, the capital accounts of NB should be adjusted on the basis of C's capital by bringing in cash or withdrawing cash as the case may be. ഇതിപ്പോ 2 മെത്തേഡിൽ ഏത് മെത്തേഡ് ആണെന്നുള്ളത് അത് അവർ തന്നിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ, ഇപ്പൊ ഇതിൽ നോക്കിക്കോളൂ. ഇവിടെ നിന്നാണ് നമ്മൾ
വ്യത്യാസമുള്ള പ്രോബ്ലം, അതായത് പ്രോബ്ലത്തിലുള്ള ചേഞ്ച് ഇവിടെ നിന്നാണ്. അപ്പൊ ഇതില് സി കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ 30,000 ആണ്. അയാൾക്ക് കിട്ടാൻ പോകുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് 2/10 ആണ്. അപ്പൊ ടോട്ടൽ ഫേമിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കണം? 30,000 ഇൻറ്റു 10/2 ചെയ്താൽ മതി. 30,000 ഇൻറ്റു 10/2 ചെയ്യുമ്പോൾ നമുക്കൊരു ഫിഗർ വരും. അതില് എന്റെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് 5 ആണല്ലോ, 5/10 ആണ്. അപ്പൊ ഇൻറ്റു 5/10 ചെയ്ത് കഴിഞ്ഞാൽ 75,000 തരുന്നുണ്ട്. ബിന്റെ ചെയ്യുമ്പോൾ 45,000 തരുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്റെയും ബിന്റെയും ഇനി മുതലുള്ള ക്യാപിറ്റൽ ബാലൻസ് 75,000ഉം 45,000ഉം ആയിരിക്കാം. ഇത് ഒരു രീതിയാണ്, ഇതാണ് ശരിക്കും എളുപ്പമുള്ള രീതി. ഇനി ടഫായിട്ടുള്ള രീതി ചെയ്തതിനേക്കാൾ ബുദ്ധിമുട്ടാണ്. അത് വന്നിട്ട് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ വരച്ചിട്ട് ആ ബാലൻസ് അവിടെ എഴുതുന്നതിന് പകരം ആ ബാലൻസ് കണ്ടുപിടിച്ച് അതിനെ പ്രൊപ്പോർഷൻ ആക്കുന്ന ഒരു രീതിയിലും കൂടെ ചെയ്യലുണ്ട്. ഇത് എന്തായാലും എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ്. മറ്റേ രീതി നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ പറഞ്ഞുതരാം. തൽക്കാലത്തേക്ക് ഈ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. പുതിയ ആൾ എത്രയാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്, അയാളുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്താണെന്ന് നമ്മൾ നോക്കി, അതിനനുസരിച്ച് മൊത്തം ഫേമിന്റെ എന്താണെന്ന് നോക്കുക. ഇവിടെ ശരിക്കും ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ഈക്വൽ ടു 30,000 ഇൻറ്റു 10/2. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റ് കൂടെ എഴുതി വെക്കാം. അതിനുശേഷം എസ് ന്യൂ ക്യാപിറ്റൽ മസ്റ്റ് ബി ആ എമൗണ്ട് ഇൻറ്റു 5/10. ഓക്കെ, അത് ഇൻറ്റു 5/10 ചെയ്താൽ മതി. ഇവിടെ അവർ 30,000 ഇൻറ്റു 10/2 എന്നുള്ളത് ചെയ്യുന്നത് നമ്മൾ ഇവിടെ ആദ്യം തന്നെ അത് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ഇൻറ്റു 5/10 ചെയ്താൽ മതി. പിന്നെ 3/10 ചെയ്യാം. അപ്പൊ എഗൈൻ 75,000 45,000 ആൻസർ വരും. എന്നിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആദ്യം തന്നെ നമ്മൾ എഴുതി വെക്കും. ഓക്കെ, ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഈ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യും. എന്നിട്ടാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത് അക്കൗണ്ട്. എന്നിട്ട് ബാലൻസ് ചെയ്തിട്ട് ബാലൻസിങ് ഫിഗറായി വരുന്നതിന് ബാങ്ക് വന്ന് എഴുതും. അപ്പൊ ഇവിടെ ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് മിസ്റ്റർ ബി വന്നിട്ട് 14,000 വിഡ്രോ ചെയ്തിട്ട് പോകണം. മിസ്റ്റർ എ ഒരു 4,000 ബാലൻസ് കൊണ്ടുവരാനുണ്ട്, ക്യാഷ് കൊണ്ടുവരാനുണ്ട്. ഓക്കെ, പിന്നെ ബാലൻസ് ഷീറ്റ് ആസ് യൂഷ്വൽ വരയ്ക്കണം. ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ക്യാഷ് ബാങ്കിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആണ്. കൊണ്ടുവന്നതും കൊണ്ടുപോയതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് അടക്കം എല്ലാം വന്നിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് നോക്കുക. പിന്നെ ആ ക്വസ്റ്റ്യൻ അത്രയുള്ളൂ. Special points, journal entries, portion of premium for goodwill and reserve withdrawn, discount received on payment of credit. ഓക്കെ, അതൊക്കെ സാധാരണ നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഇതിൽ പിന്നെ റിസർവിൽ പാതി വിഡ്രോ ചെയ്തിട്ട് പോയെന്നുള്ളതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇതാണ് കേട്ടോ. റിസർവിൽ പാതി ഇവർ വിഡ്രോ ചെയ്തിട്ട് പോയെന്നുള്ളതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണത്. ബാക്കി ഇപ്പൊ ഇതില് ചേഞ്ച് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഡിഫറൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് സെയിം തന്നെയാണ്, പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ജേർണൽ എൻട്രി കൂടെ എഴുതിയിട്ടുണ്ട്, അത്രയല്ലോ. ജേർണൽ എൻട്രീസ് നമ്മളിപ്പോൾ അക്കൗണ്ട് വരച്ചതിനെ ബേസ് ചെയ്തിട്ട് ജേർണൽ എൻട്രി എഴുതാനാണ്. അത് ചെയ്യാൻ കിട്ടുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, അടുത്തത് ഇതുപോലെയുള്ള പ്രോബ്ലംസ് തന്നെയാണ്. അപ്പൊ ചെയ്ത് നോക്കാം. ഇതിലൊരു ചേഞ്ചുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലിസ്ട്രേഷൻ 10 നമ്മൾ ഈ റീവാലുവേഷൻ അക്കൗണ്ടിൽ തന്നെ 2 രീതി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് വേറൊരു രീതിയും കൂടെ ഉണ്ട്. മെമ്മറാൻഡം റീവാലുവേഷൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടാണ് ആ മെത്തേഡാണ്. ആ മെത്തേഡിലാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കണം. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, റീവാലുവേഷൻ അക്കൗണ്ടിൽ ചെയ്തതിന്റെ റിവേഴ്സൽ എൻട്രീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ആ രീതിയിൽ ചെയ്തൊരു പ്രോബ്ലം ആണത്. ആദ്യം റീവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി അതിലുള്ളത് നമ്മൾ പ്രോഫിറ്റ് ഓർ ലോസ് ഓൾഡ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്തു. പിന്നെ എന്താ ചെയ്യേണ്ടത്, ഇത് റിവേഴ്സ് ചെയ്യണം. അപ്പൊ ഈ എൻട്രീസിന്റെ ടോട്ടൽ എടുത്തിട്ട് അത് റിവേഴ്സ് ചെയ്യാം. അപ്പൊ ഇവിടെ 2650 എടുത്തു. പിന്നെ ഇവിടെ ഈ ടോട്ടൽ എടുക്കുക കേട്ടോ, ഈ പ്രോഫിറ്റ് അല്ലാതെയുള്ള ഈ ഒരു ടോട്ടൽ എടുക്കുക. അതും നമ്മൾ റിവേഴ്സ് ചെയ്തു. അതിന് ഇപ്പുറത്തെ സൈഡ് ഇട്ടു, ഈ ടോട്ടലിന് ഇപ്പുറത്തെ സൈഡ് ഇട്ടു. എന്നിട്ട് എഗെയിൻ അവിടുന്ന് ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ന്യൂ റേഷ്യോയില് എല്ലാ പാർട്ട്നേഴ്സിനും വീതിച്ചു കൊടുത്തു. അങ്ങനെ ഒരു ചേഞ്ച് ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാലൻസ് ഷീറ്റിൽ പിന്നെ റിവൈസ് ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ വീണ്ടും പഴയ ഫിഗേഴ്സിൽ കാണിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. കണ്ടോ, ബാലൻസ് ഷീറ്റ് വീണ്ടും പഴയ ഫിഗേഴ്സ് ആയിരിക്കും. ഫ്രീ ഹോൾഡ് പ്രൊമൈസസ് 10,000, അവിടെ വന്നപ്പോഴും 10,000 തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. അത് ചേഞ്ച് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചിലത് ജേർണൽ എൻട്രീസ് എഴുതാൻ, ചിലത് ഇങ്ങനെ ക്യാപിറ്റലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് അങ്ങനെയുള്ളതാണ്. അപ്പൊ ചെയ്ത് നോക്കാം അഡ്മിഷന്റെ എല്ലാ പ്രോബ്ലംസും. അടുത്തത് നമുക്കിനി പഠിക്കാനുള്ളത് റിട്ടയർമെന്റ് ആണ്. അപ്പൊ അഡ്മിഷൻ നന്നായി പഠിക്കുക. കാരണം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അധികം നമുക്ക് വലിയ ഡിഫറൻസിൽ പഠിക്കാനൊന്നുമില്ല. അഡ്മിഷനിൽ ഒരാൾ പുതിയ വരികയാണ്, റിട്ടയർമെന്റിൽ ഒരാൾ പോവുകയാണെന്നുള്ളൊരു ചേഞ്ച് ഉണ്ട്. പക്ഷെ എന്നാലും ഈ മേലത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്നതൊക്കെ അത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇത് നന്നായി പഠിച്ചു വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിട്ടയർമെന്റ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.